നമ്മൾ മാത്സിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് പല നമ്പേഴ്സ് നമ്മൾ കാണും. ഇത് നമുക്ക് കട്ട് ചെയ്ത് ഫാക്ടർ ചെയ്യേണ്ടി വരും നമുക്ക് ആൻസർ കിട്ടണമെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ കട്ട് ചെയ്ത് ചെറുതാക്കേണ്ടി വരും, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ഓരോ നമ്പേഴ്സിനും ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ട്രിക്കാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ് 3. ഓക്കെ, നമ്മൾ കാണുന്ന ചില നമ്പേഴ്സ് നമുക്ക് 3 കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ കട്ട് ചെയ്യാമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു നമ്പർ നോക്കുക. അപ്പോൾ അവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നത് 108 എന്ന് പറഞ്ഞ ഒരു നമ്പറാണ്. ഓക്കെ, ഈ 108 എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആ നമ്പർ അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എളുപ്പത്തിൽ അതിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ നമ്പറിലേക്ക് വരാം. നമ്മളിതിൽ കാണുന്ന ഡിജിറ്റുകൾ എന്താക്കാം, പരസ്പരം ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലുള്ളത് 1 ആണ്, 0 ആണ്, പിന്നെ ഒരു 8 ആണ്. അപ്പം ഈ 3 നമ്പറും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്തുണ്ട്, 1 + 8 = 9 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കുക. ഈ 9 എന്ന് പറഞ്ഞ നമ്പർ എന്താണ്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ്. നമ്മളെല്ലാവരും 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചവരാണല്ലോ. അപ്പോൾ നമുക്കറിയാം എന്ത്, ഈ 9 എന്ന നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. അതുകൊണ്ട് എന്തായിരിക്കും, 108 എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെയാണല്ലോ നമ്മൾ ഡിവൈഡ് ചെയ്യാം, /3. ഇവിടെ 1ൽ പോകില്ല, നമ്മൾ 10 എടുക്കുന്നു. ഓക്കെ, 10ൽ 3 ടൈംസ് പോകും. 3 × 3 9. ഇവിടെ റിമൈൻഡർ 1. 8 നമ്മൾ താഴത്തേക്ക് ഇറക്കിയിടുന്നു. 18ൽ എത്ര പോകും, 3 × 6 18. അപ്പോൾ നമുക്ക് 0. അപ്പോൾ നമ്മൾ ആൻസർ എത്ര കിട്ടി, 36. നമ്മളിവിടെ ഇവനെ നമ്മൾ എളുപ്പത്തിൽ നമ്മൾ സോൾവ് ചെയ്തു. ഇതുപോലൊരു നമ്പർ 753. ഈ നമ്പർ നമ്മൾ ചെക്ക് ചെയ്യാം. ഇവനെ നമുക്ക് ഏത് നമ്പർ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളെ കയ്യിലുള്ള നമ്മൾ പഠിച്ചു വെച്ച 3 എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് ഇവനെ കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഉള്ള നമ്പർ 753 ആണ്. അപ്പോൾ ഇതിലെ ഡിജിറ്റ്സുകൾ നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ 7 + 5 + 3. ഇത് 3 കൂടി ആഡ് ചെയ്യുമ്പോൾ 7 × 5 = 12, 12 × 3 = 15. ഓക്കെ, ഇതിന് നമുക്ക് വീണ്ടും ഒന്നും കൂടി നമുക്ക് ആഡ് ചെയ്യാം. 1 + 5 നമുക്ക് എന്ത് കിട്ടും, 6 കിട്ടി. അപ്പോൾ നമുക്കറിയാം എന്ത്, 6 എന്ന് പറഞ്ഞ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഈ 753 എന്ന് പറഞ്ഞ നമ്പറിന് നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 7ൽ 3 2 ടൈംസ്, 2 × 3 6, റിമൈൻഡർ 1. 5 താഴത്തേക്ക് ഇറക്കിയിരുന്നു. 15ൽ 5, 3 × 5 15, 0 കിട്ടുന്നു. ലാസ്റ്റ് 3 ഇറക്കിയിരുന്നു. 3ൽ 3 ഒരു തവണ, അപ്പോൾ 1 × 3 0. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നു. അപ്പോൾ നമുക്ക് 3 എന്ന നമ്പർ കൊണ്ട് ഇതിനെ പൂർണ്ണമായും കട്ട് ചെയ്യാൻ കഴിയും നമുക്ക് മനസ്സിലായി. ഇനി നമ്മളെ മുമ്പിലുള്ള ഒരു നമ്പറാണ് എന്ത്, 364. അപ്പോൾ ഇങ്ങനെ നമ്പർ നമ്മളെ മുമ്പിൽ കിട്ടി. അപ്പോൾ ഇവൻ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അറിയാവുന്ന 3 എന്ന് പറഞ്ഞ നമ്പറിനെ കൊണ്ട് നമുക്ക് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നമ്മൾ ഫസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതിലെ ഡിജിറ്റ്സുകൾ നമ്മൾ ആഡ് ചെയ്യാം. 3 + 6 + 4. നമുക്ക് എത്ര, 6 3 9 4 13 എന്നാണ് കിട്ടുന്നത്. ഇത് നമുക്ക് വീണ്ടും ഒന്ന് ആഡ് ചെയ്യാം. 1 + 3 4. അപ്പോൾ ഈ 4 എന്ന് പറഞ്ഞ നമ്പറിനെ ഇവൻ 3ൻ്റെ എന്തല്ല, മൾട്ടിപ്പിൾ അല്ല. നമുക്ക് 4 എന്ന നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഈ നമ്പറിനെ നമുക്ക് ഒരിക്കലും 3 എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താക്കണം, മറ്റു നമ്പറുകളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നമ്പറിനെ 3 എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് അല്ലെങ്കിൽ 3 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്.